എ സി മെക്കാനിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോണ പിള്ളേർക്ക് ഒരു ധാരണ ഉണ്ടാവും. എ സി മെക്കാനിക് എന്ന് പറഞ്ഞാൽ വീടുകളിൽ മാത്രം വെക്കുന്ന എ സിയുടെ വർക്കാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വലിയൊരു ഫീൽഡാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് വർക്ക് നമുക്ക് പ്ലാന്റുകളിൽ എ സി വർക്ക് ഉണ്ട്. ഞാനിപ്പോ ചെയ്തിരിക്കുന്ന പ്ലാന്റുകളിലെ വർക്കാണ്. ഇന്ത്യയിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഫുള്ള്. ഇപ്പൊ നമ്മുടെ കാരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്കീം ഉണ്ടാണ്. അത് 4 വർഷം ആകുമ്പോൾ പിന്നെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വിട്ടിട്ട് പിന്നെ ഒരു ഡ്രസ്സ് കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഓണറാണ് എന്റെ പറഞ്ഞത് എനിക്ക് എ സി മെക്കാനിക്ക് നോക്കിക്കൂടെ. ഇലക്ട്രിക്കൽ ഫീൽഡൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഓൾറെഡി. ഞാനിപ്പോ വന്നിട്ട് ഇവിടെ കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ KSDP അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിനാണ് ഇപ്പൊ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ സി മെക്കാനിക്ക് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കരിയർ എന്തായാലും ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ക്വാളിഫിക്കേഷൻ അല്ല മെയിൻ, നമുക്ക് സ്കിൽ ബേസ്ഡ് ആണ് ഇത് പഠിക്കണത്. കുറെ പേര് 10 കഴിഞ്ഞ് ഇങ്ങനെ 10ഉം +2 കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവര് കുറെ പേരുണ്ട്. അവർക്ക് സ്കില്ല് അത്യാവശ്യം അവർക്ക് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരാം. ഇത് പഠിക്കാനും സിമ്പിൾ ആണ്. പിന്നെ ഇതൊരു സ്റ്റാൻഡേർഡ് വർക്കാണ്. നമുക്ക് എവിടെ ചെന്നാലും ഒരു സ്റ്റാൻഡേർഡ് ഇത് കിട്ടും. ക്ലാസ് നമുക്ക് അവോധയിൽ തന്നെ പെർ റെക്കോർഡ് ക്ലാസ് ആണ്. അപ്പൊ ഞാൻ ഷോപ്പിൽ നിന്ന ടൈമിൽ ഷോപ്പിൽ ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ വീട്ടിൽ പോയിട്ട് രാത്രി ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഇപ്പോൾ 10th കഴിഞ്ഞാണ് ഈ വർക്കിലേക്ക് കയറിയത്. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ നോക്കി, ഞാനിപ്പോ ഒരു നല്ലൊരു കമ്പനി തന്നെ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി. എനിക്ക് ആദ്യം ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, നിങ്ങൾക്കത് പറ്റും.